ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് മഹത്വം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ, വ്യത്യസ്തമായ സമയമേഖലകളിൽ, വിഭിന്നങ്ങളായ ജീവിത സാഹചര്യങ്ങളായിരുന്നുകൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളായ അടിയങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ആരാധനയുടെ സ്തോത്രപുഷ്പങ്ങൾ അർപ്പിക്കുകയാ. നിലയ്ക്കാത്ത സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവയല്ലേ ഞങ്ങളുടെ കർത്താവ്. പ്രാണനെ തന്ന് ഞങ്ങളെ വീണ്ടെടുത്തവനല്ലേ. അവിടുത്തെ മഹത്വമുള്ള നാമത്തിന് ആരാധന അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സഹോദരങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു. ഹല്ലേലൂയ. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ നിരസിക്കാത്ത രക്ഷാനായകൻ, അവിടുത്തെ ആ സ്നേഹ സാന്ത്വന ശബ്ദം തിരുവെഴുത്തിലൂടെ പരിശുദ്ധാത്മ നൽകുന്ന ആലോചന പ്രാപിക്കാൻ ചില മിനിറ്റുകൾ ഞങ്ങൾ പ്രാർത്ഥനയോടെ കാതോർക്കുന്നു. അങ്ങയുടെ കരം വെച്ച് അനുഗ്രഹിച്ചാട്ട്, സ്വർഗ്ഗം ഞങ്ങളോട് സംസാരിച്ചാട്ട്, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി, അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. 103-ാം സങ്കീർത്തനം 20-ാമത് വാക്യം. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി, അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. സ്തോത്രം. കുഞ്ഞുങ്ങളെ, നാം വചനത്തിന്റെ ശബ്ദം കേൾക്കാൻ പോവുകയാണ്. വചനമായ ക്രിസ്തുവിന്റെ ശബ്ദം, സ്നേഹ ശബ്ദം കേൾക്കാൻ പോവുകയാണ്. ഇന്ന് കേൾക്കുന്ന വചനത്തിന്റെ ശബ്ദം, വചനമായ ക്രിസ്തുവിന്റെ ശബ്ദം എന്റെ പ്രിയപ്പെട്ടവർക്ക് വിടുതലായി പരിണമിക്കട്ടെ. അഭിഷേകത്തിന്റെ തൈല നദി കവിഞ്ഞൊഴുകുന്ന അനുഭവമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മക്കളെ, നിന്റെ വാഗ്ദത്തങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ അടിയറവ് പറയിക്കാൻ ദൈവശബ്ദത്തിന് കഴിയും. യെസ്, വചനത്തിന്റെ ശബ്ദത്തിന് കഴിയും. കാരണം അത് കാര്യം സാധിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. നിന്റെ ബുദ്ധിക്ക് കഴിയാത്തത്, ശക്തി കൊണ്ട് സാധിക്കാൻ കഴിയാത്തത്, സാങ്കേതിക വിദ്യ കൊണ്ട് സാധിച്ചെടുക്കാൻ കഴിയാത്തത്, പള്ളിക്കും പട്ടക്കാരനും പാതിരിക്കും പാസ്റ്റർക്കും പ്രവാചകന്മാർക്കും ആർക്കും സാധിക്കാൻ കഴിയാത്തത് വചനത്തിന് സാധിക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. തുടിക്കുന്ന ഹൃദയത്തോടെ വചനത്തിന്റെ ശബ്ദം ഏറ്റെടുക്കുന്ന വത്സല ദൈവവൈതലേ, നിനക്കെതിരായി പടവാൾ ഉയർത്തുന്ന ഇരുട്ടിന്റെ ശക്തികളെ അരിഞ്ഞു വീഴ്ത്താൻ സ്വർഗം നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന ആയുധമാണ് വിശുദ്ധ വേദപുസ്തകം, സത്യവചനം. നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. യോഹന്നാൻ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്തുണ്ടായതല്ല വചനം. പിന്നെയോ ആദിയിൽ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്ന വചനം. ആദിയിൽ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്ന വചനം ദൈവം തന്നെയായിരുന്നു. വചനമായ ക്രിസ്തു അനാദി നിത്യതയിൽ പിതാവായ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്ന വചനമത്രേ. ഹല്ലേലൂയ. സൃഷ്ടാവായ ദൈവത്തിന്റെ പ്രമോദമായിരുന്ന വചനം കാലസമ്പൂർണതയിൽ ജഡം ധരിച്ച് ഈ ഭൂമിയിൽ മക്കളെ എനിക്കും നിനക്കും വേണ്ടി ഇറങ്ങി വന്നു. മക്കളെ, ജഡം ധരിച്ച വചനത്തിന്റെ ലിഖിത രൂപമാണ് നിന്റെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ, സത്യവചനം. ഈ വചനം വിശ്വാസത്തോടെ നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടാൽ, വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കാര്യം സാധിക്കും. യേശുവിന്റെ നാമത്തിൽ അച്ചടി മഷി പുരണ്ടെങ്കിലും എന്റെ കുഞ്ഞെ, വചനത്തിന്റെ വിശുദ്ധിക്ക് കോട്ടം വന്നിട്ടില്ല. അനന്ത സാധ്യത, വചനത്തിന്റെ അനന്ത സാധ്യത കുറഞ്ഞു പോയിട്ടില്ല. ഇന്നും വചനത്തിന്റെ വികാസനം പ്രകാശപ്രദമാകുന്നു. മൂലഭാഷയിൽ സ്ഫോടനാത്മകമാകുന്നു. കുഞ്ഞെ, നീ മാറോട് ചേർത്ത് പിടിക്കുന്ന വേദപുസ്തകം നൽകുന്ന കരുത്തുറ്റ ഉറപ്പെന്താണെന്നറിയാമോ? മഹാദൈവത്തിന് നിന്നെക്കുറിച്ച് മഹത്തായ പദ്ധതിയുണ്ടെന്നുള്ള വസ്തുതയാ. അതെ മക്കളെ, നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം. അതെ, നീ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. ഈ സ്ഥിതിയിൽ നിന്ന്, ഈ അവസ്ഥയിൽ നിന്ന് നീ എപ്പോൾ എഴുന്നേൽക്കുമെന്ന് അറിയുന്ന ദൈവം. നിന്റെ കിടപ്പും നടപ്പും ശോധന ചെയ്യുന്ന ദൈവം. സഹോദര, നിന്റെ നടപ്പൊക്കെ മനസ്സിലാക്കുന്ന ദൈവത്തെയാ നീ ആരാധിക്കുന്നത്. നിന്റെ നടപ്പൊക്കെ കുറിച്ചു വെക്കുന്ന ദൈവത്തെയാ നീ ആരാധിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ, നീ അറിയാതെ ഒരു വാക്കുപോലും എന്റെ നാവിന്മേലില്ല. അങ്ങനെയെങ്കിൽ കുഞ്ഞെ, നിന്റെ വായിലെ വാക്കുകൾ അറിയുന്ന ദൈവം പോരാ, നിന്റെ ഹൃദയത്തിലെ ചിന്തകളെ അറിയുന്ന ദൈവം. ദൈവം മനസ്സിന്റെ വേദനയെ അറിയുന്നവനായി. ഇന്ന് പുലരിയിൽ ഈ ദൈവം മക്കളെ, വചനമായ ക്രിസ്തു നിന്റെ തൊട്ടരികിൽ വന്നിട്ടുണ്ട്, നിന്റെ പ്രാർത്ഥനാമുറിയിൽ വന്നിട്ടുണ്ട്, നിന്റെ പായുടെ അരികിൽ വന്നിട്ടുണ്ട്, നിന്റെ ബെഡിന്റെ അരികിൽ വന്നിട്ടുണ്ട്. നീ എവിടെയായിരുന്നാലും ആമേൻ, വചനമായ ക്രിസ്തു നിന്റെ അരികിൽ വന്നിട്ടുണ്ട്. സഹോദരി, നിന്റെ അവസ്ഥ അറിഞ്ഞിട്ടാ അവൻ ഇന്ന് നിന്നെ തേടി വന്നിരിക്കുന്നത്. കുഞ്ഞെ, നീ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ടാ വചനമായ ദൈവപുത്രൻ വന്നിട്ടുള്ളത്. നിന്റെ ഹൃദയത്തിലെ വേദന മനസ്സിലാക്കിയിട്ടാ ദൈവപുത്രൻ നിന്നെ തേടി വന്നത്. യെസ്, അതേ, വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ വചനമായ ക്രിസ്തു നിന്റെ അരികിൽ വരും. യേശു വന്നാൽ മക്കളെ, പ്രശ്നത്തിന് പരിഹാരമാ.
നന്ദിയോടെ സ്തോത്രം. ഭക്തൻ പറയുന്നു, യഹോവേ, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ അവിടെ നീ ഉണ്ട്. സ്വർഗത്തിൽ ഞാൻ കയറിയാൽ അവിടെ നീ ഉണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറകു ധരിച്ചു സമുദ്രത്തിന്റെ അറ്റത്തു ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ പിടിക്കും. ജീവിതത്തിൽ വന്നുപോയ നിരാശ നിമിത്തം വചനമാകുന്ന ക്രിസ്തുവിനെ വിട്ട് അകന്നു പോകാൻ ശ്രമിക്കുന്ന സഹോദര, ജീവനെ തന്നവന്റെ കണ്ണു വെട്ടിച്ച് നിനക്കെങ്ങും പോകാൻ കഴിയത്തില്ല. യെസ് കുഞ്ഞ്, നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്നെക്കുറിച്ച് അവിടത്തേക്ക് മഹാപദ്ധതികളുണ്ട്. ചോര ഊറ്റിത്തും നിന്നെ വീണ്ടെടുത്തത് നീ പാതാളത്തിൽ നിരാശയുടെ കിടക്ക വിരിക്കാനല്ല. ദൈവിക പദ്ധതി, സ്വർഗത്തിന്റെ പദ്ധതി നിന്നിലൂടെ തന്നെ വെളിപ്പെടുത്താൻ വേണ്ടി. കുഞ്ഞെ, നിന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചവന് നീ അനുഭവിക്കുന്ന മനസ്സിന്റെ പിരിമുറുക്കം മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കുക. ഒപ്പം ജീവിക്കുന്ന ഭർത്താവിന് ഒരുപക്ഷെ മനസ്സിലായില്ലെന്ന് വന്നേക്കാം. ഭാര്യയ്ക്കോ മക്കൾക്കോ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും അന്തരംഗം നിർമ്മിച്ചവൻ അന്തരംഗത്തിന്റെ വേദന നന്നായി മനസ്സിലാകും. യേശുവിന്റെ നാമത്തിൽ ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്നവനാ. നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന കർത്താവ് കുഞ്ഞെ നിന്റെ കണ്ണുനീരൊപ്പാൻ കൈ ചലിപ്പിക്കുന്ന നിമിഷങ്ങളാ. സ്തോത്രം. ശ്രദ്ധിക്കൂ, അമ്മയുടെ ഉദരത്തിൽ നിന്നെ മെടഞ്ഞത് അവന്റെ കൈകളല്ലേ? ഗർഭാശയ ഭിത്തിയിൽ ഒരു പൊട്ടായി പറ്റിപ്പിടിച്ച സ്ഥാനത്തുനിന്ന് കുഞ്ഞെ ഇന്നു കാണുന്നത് പോലെ 6 അടി പൊക്കത്തിൽ അതിശയകരമായി നിന്നെ മെടഞ്ഞ ദൈവത്തിന്റെ കരം ഒരു നാളും നിന്നെ വിട്ടുമാറത്തില്ല. ഹല്ലേലൂയ. ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. എന്തൊക്കെ പ്രതികൂലങ്ങളാ നിന്നെ തകർത്തെറിയാൻ ഉയർന്നത്. പക്ഷേ പ്രതികൂലങ്ങൾക്ക് നിന്നെ തകർക്കാൻ കഴിഞ്ഞില്ല. ഒത്തിരി നഷ്ടമൊക്കെ വന്നു, ശരിയാ, കുറേയധികം കഷ്ടം സഹിക്കേണ്ടി വന്നു. എങ്കിലും നീ നശിച്ചു പോയില്ല. എന്താ കാരണമെന്നറിയാമോ? നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ പദ്ധതി, സൃഷ്ടാവായ ദൈവത്തിന്റെ നിത്യനിർണയത്തിൽ മുൻനിയമിക്കപ്പെട്ട പദ്ധതികളുള്ളതുകൊള്ള. വചനം പറയുന്നു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം എന്റെ ദൈവം തന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഒന്നുമില്ലാതിരുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ കോസ്മോസ് ഉരുവാകുന്നതിന് മുൻപ്, പ്രപഞ്ചം രൂപം കൊള്ളുന്നതിന് മുൻപ് നിന്നെക്കുറിച്ചുള്ള അവൻ കാര്യങ്ങളെല്ലാം തന്റെ പുസ്തകത്തിൽ ദൈവം എഴുതി വെച്ചു. നന്ദിയുണ്ട് സ്തോത്രം. ആദിക്കാരംഭം കുറിക്കുന്നതിന് മുമ്പ് അനാദിയായും ശാശ്വതമായും ദൈവമായവൻ എഴുതി വെച്ച വഴിയിലൂടെയാ കുഞ്ഞെ ഇന്നു നീ കടന്നു പോകുന്നത്. അങ്ങനെയെങ്കിൽ നിന്റെ കാൽച്ചുവടുകൾ അവൻ കാണുന്നുണ്ട്, നിന്റെ പ്രതികൂലം അവൻ കാണുന്നുണ്ട്, നീ അനുഭവിക്കുന്ന നിന്നെ അവൻ കാണുന്നുണ്ട്. നിന്റെ പരാജയമെല്ലാം എന്റെ ദൈവം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ജീവിതപാത മുന്നമേ നിശ്ചയിച്ച ദൈവം അറിയാത്ത ഒരു പ്രതികൂലവും മക്കളെ നിന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല, വരികയുമില്ല. സ്തോത്രം. പഴയ നിയമ ഇസ്രായേലിനെ നോക്ക്. തന്റെ കുഞ്ഞുങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അവരുടെ വഴി സ്വർഗം നിശ്ചയിച്ചതാ. സ്തോത്രം. പൂർവ്വപിതാവായ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, 4ാം തലമുറക്കാർ ഈ വഴിയായി മടങ്ങി വരും. ഹല്ലേലൂയ. അന്ന് കുറിച്ച വഴിയിലൂടെയാ ഈ ജനം പുറപ്പെടുന്നത്. എന്നാൽ നോക്കണേ, മിസ്രയീമിൽ നിന്ന് ഇവർ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അവരുടെ വഴിയിൽ മാറായുണ്ടെന്ന ആ സംഭവം ദൈവത്തിനറിയാം. കയ്പുനീര് അവിടെ കാത്തിരിക്കുന്ന ദൈവത്തിനറിയാം. എന്നാൽ അതിനെ മധുരമാക്കാനുള്ള ചെടിയും അവിടെ തന്നെ കരുതിയ ദൈവം. ഈ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ കയ്പ് നിറയ്ക്കുന്ന പ്രതികൂലത്തിന്റെ പരിഹാരവും സ്വർഗമൊരുക്കിയിട്ടുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? നിന്റെ ജീവിതം കയ്പിലൂടെ കടന്നു പോവുകയാണോ? ഇപ്പോൾ നിന്റെ ജീവിതം വലിയ വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണോ? ആമേൻ, ആമേൻ. ദൈവം കാണുന്നുണ്ട് കേട്ടോ. കർത്താവ് അറിയുന്നുണ്ട് മക്കളെ. നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നിന്നെ മെനഞ്ഞ കർത്താവ് അറിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറക്കരുത്, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തീർന്നിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ ഒരു കയറിൻ തുമ്പിൽ തീരാനുള്ളതല്ല നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. മക്കളെ കേട്ടോ കേട്ടോ കേട്ടോ. പലവട്ടം ആത്മഹത്യയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച നിന്നെ പിടിച്ചു കുലുക്കിക്കൊണ്ട് പരിശുദ്ധാത്മ പറയുക, ഒരു കയറിൻ തുമ്പിൽ തീരാനുള്ളതല്ല നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. സ്തോത്രം. മോളെ, വിഷക്കുപ്പിയിൽ ഒതുങ്ങാനുള്ളതല്ല നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. യെസ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആഴക്കയത്തിൽ മുങ്ങിത്താഴുന്നതല്ല നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. കുഞ്ഞെ, ആശ നശിച്ചവളായി ഉണങ്ങി വരണ്ട് യൗവനം നശിപ്പിക്കുക എന്നുള്ളതല്ല നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. അത് നിത്യതയിലും നിലനിൽക്കുന്നതാണ്. നിന്റെ പദ്ധതികളല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതി ഈ ഭൂമി കൊണ്ട് തീരത്തില്ല, നിത്യതയിലും നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ. ഈ നാളുകളിൽ അഞ്ഞടിക്കുന്ന പ്രതികൂലത്തിന്റെ മുൻപിൽ പതറാതെ പിടിച്ചു നിൽക്കുക.
അല്പം താമസിച്ചാലും സ്വർഗം താൻ നിശ്ചയിച്ച വഴിയിലൂടെ നിന്നെ ലക്ഷ്യത്തിലെത്തിക്കുമെന്ന് വചനം പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? യേശുവിന്റെ നാമത്തിൽ 31,173 വാക്യങ്ങളുള്ള വിശുദ്ധ ബൈബിൾ. സ്തോത്രം. 110 റാത്തൽ തങ്കം കൊണ്ട് അടിപ്പുമണിയായി ഉണ്ടാക്കിയ നിലവിളക്കുണ്ടല്ലോ, ആലയത്തിൽ വെളിച്ചം പകർന്നുകൊണ്ട് നിൽക്കുന്ന രാപ്പകൽ വെളിച്ചം പകർന്നുകൊണ്ട് കെടാവിളക്കായി അതിപരിശുദ്ധ സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ട ഒരു നിലവിളക്കുണ്ട്. അതുപോലെയാ പാപത്തിന്റെ ഇരുൾ മൂടിയ ലോകത്തിന് വെളിച്ചം പകരുന്ന സത്യവചനത്തിന്റെ സ്ഥാനം. അവൻ ഇതിന് നിലവിളക്കെന്ന് പേര് വരാൻ കാരണം എന്താ? ഇത് നിലത്ത് വയ്ക്കുന്നത് കൊണ്ടാണ്, കവരങ്ങളുള്ളത് കൊണ്ടാണ് ഇതിന് കവരവിളക്കെന്ന് പറയുന്നത്. അതുപോലെ തങ്കം കൊണ്ട് നിർപ്പിച്ചതിനാൽ ഇതിനെ തങ്കവിളക്കെന്നും പറയുന്നു. ഇതുപോലെ ഈ മണ്ണിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വചനം ആശ്വാസത്തിന്റെ കൈത്തിരിയ. ഹല്ലേലൂയ. നൊന്തു നീറുന്ന വേദനയിൽ ഞരങ്ങിക്കഴിയുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക് വചനം സിദ്ധൌഷധമാണ്. നിരാശയിൽ വീണ് കിടക്കുന്നവർക്ക് ജീവന്റെ വചനം പ്രത്യാശയുടെ വെള്ളി വെളിച്ചമാണ്. പരാജയത്തിന്റെ ആഴക്കുഴിയിൽ പതിച്ചവനെ വിജയത്തിലെത്തിക്കുന്ന ചവിട്ടുപടിയാണ് ഈ പുലരിയിൽ നിന്റെ കാതിൽ മുഴങ്ങുന്ന വചനത്തിന്റെ ശബ്ദം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, അടിപ്പുപണിയായി നിർമ്മിച്ച തങ്ക നിലവിളക്കിന് ഇടത്തോട്ട് 3 ശാഖകളും വലത്തോട്ട് 3 ശാഖകളുമുണ്ട്. അങ്ങനെ തന്നെയാ വിശുദ്ധ ബൈബിളും. ആമേൻ. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ, ഇതിനും പ്രധാനമായി 3 ശാഖകളുണ്ട്. എന്തൊക്കെയാണത്? 1 ന്യായപ്രമാണം, 2 പ്രവാചകന്മാർ, 3 സങ്കീർത്തനങ്ങൾ. അതുപോലെ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ, ഇതിനും 3 ശാഖകളുണ്ട്. എന്തൊക്കെയാ? ഉപദേശം, ചരിത്രം, പ്രവചനം. സ്തോത്രം. നോക്കൂ, നിലവിളക്കിന്റെ ഇടത്തോട്ടും വലത്തോട്ടും 2 ശാഖകളുണ്ടല്ലോ. നമുക്കറിയാം, പഴയ നിയമം എഴുതിയത് എബ്രായ ഭാഷയിലാണ്. ഈ ഭാഷയുടെ സ്വഭാവം എന്താ? വലത്തു നിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത്. നോക്കൂ, 39 പുസ്തകങ്ങൾ ഇടതുവശത്ത് 3 ശാഖയായി നിൽക്കുന്നു. ഹല്ലേലൂയ. പുതിയ നിയമം എഴുതിയത് പ്രധാനമായും ഗ്രീക്ക് ഭാഷയിലാണല്ലോ. ഗ്രീക്ക് ഭാഷയുടെ സ്വഭാവം ദൈവകുഞ്ഞുങ്ങൾക്കറിയാം, ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതുന്നതാണ്. 27 പുസ്തകങ്ങൾ 3 ശാഖയായി വലതുവശത്ത് നിൽക്കുന്നു. അങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും നിൽക്കുന്ന ശാഖകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒത്ത നടുവിലായി വചനമായ ക്രിസ്തു ഒരു വിളക്ക് തണ്ടുപോലെ നിൽക്കുന്നു. അതേ മക്കളെ, തിരുവെഴുത്തങ്ങ് തങ്കവിളക്കിന്റെ വിശുദ്ധിയും ശക്തിയും അപ്രമാദിത്വവും അനന്ത സാധ്യതകളും നിലകൊള്ളുന്നത് ശാഖകളെ ബന്ധിച്ചുകൊണ്ട് നടുവിൽ വിളക്കുതണ്ടായി കത്തിജ്വലിച്ചു നിൽക്കുന്ന ക്രിസ്തുവാണ്. യേശുവിന്റെ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം. ഈ വചനത്തിന്റെ ശബ്ദം കേൾക്കുക, അനുസരിക്കുക. നിന്റെ സ്ഥിതി സ്വർഗത്തിലെ ദൈവം മാറ്റും. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു പ്രഖ്യാപിച്ചവൻ. സ്തോത്രം. വചനമായ വെളിച്ചമായ ക്രിസ്തു നടുനായകത്വം വഹിച്ചു കത്തി നിൽക്കുന്നത് കൊണ്ട് അച്ചടി മഷി പുരണ്ടെങ്കിലും വിശുദ്ധ തിരുവെഴുത്തിന് അവൻ അല്ലെങ്കിൽ അശുദ്ധി സംഭവിച്ചിട്ടില്ല. പരിശുദ്ധ തിരുവെഴുത്താണ്, ജീവനുള്ള വചനമാണ്, ജീവിപ്പിക്കുന്ന വചനമാണ്. ജനകോടികൾക്ക് ജീവൻ, നിത്യജീവൻ പ്രദാനം ചെയ്തുകൊണ്ട് ഇന്നും അവൻ സത്യവചനം ലോകത്തിന്റെ 5 വൻകരകളിലും മുഴങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ. യേശുക്രിസ്തു പറയുന്നു, ഇപ്പോൾ കേട്ട വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ഇപ്പോൾ കേട്ട വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അശുദ്ധിയിൽ നിന്ന് കരകയറാനാവുന്നില്ല. കുഞ്ഞെ, കേൾക്കുന്ന വചനം നിന്നെ ശുദ്ധീകരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ. സദൃശവാക്യം പറയുന്നു 4:4. മൊത്തമായിട്ട് വായിക്കണം. 4:4 മുതൽ. എന്റെ വചനത്തെ കുഞ്ഞെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. വചനം ഹൃദയത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. വചനം നിന്റെ ഹൃദയത്തിൽ നിക്ഷേപമായിട്ടുണ്ടായിരിക്കണം. 5-ാം വാക്യം, എന്റെ വചനം വിട്ടുമാറരുത്. 1, വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. 2, വചനം വിട്ടുമാറരുത്. എത്ര വലിയ പ്രലോഭനങ്ങൾ ഉണ്ടായാലും വചനം വിട്ടുമാറരുത്. അതിനെ ഉപേക്ഷിക്കരുത്. അതിൽ പ്രിയം വയ്ക്കുക. അത് നിന്നെ സൂക്ഷിക്കുക. കണ്ടോ, 5-ാം വാക്യം കണ്ടോ? ആമേൻ. വചനം വിട്ടുമാറരുത്. എത്ര വലിയ പ്രലോഭനങ്ങൾ ഉണ്ടായാലും വചനം വിട്ടുമാറരുത്. അതിന് വചനം ഉപേക്ഷിക്കരുത്. അതിൽ പ്രിയം വയ്ക്കുക. അതും നിന്നെ സൂക്ഷിക്കും. 8-ാം വാക്യം, അതിനെ ഉയർത്തുക. അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഹല്ലേലൂയ. ശലോമോന്റെ സദൃശവാക്യങ്ങളിൽ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാ പറഞ്ഞു, വചനത്തെ സൂക്ഷിക്കുക. വചനം നിന്നെ സൂക്ഷിക്കും. നിന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കും. നിന്റെ പ്രവർത്തന മേഖലയെ സൂക്ഷിക്കും. നിന്റെ ബിസിനസിനെ സൂക്ഷിക്കും. നിന്റെ മിനിസ്ട്രിയെ സൂക്ഷിക്കും. വചനത്തെ സൂക്ഷിച്ചാൽ വചനമായ ക്രിസ്തു നിന്നെയും നിനക്കുള്ളതിനെയും സൂക്ഷിക്കും. യേശുവിന്റെ നാമത്തിൽ വചനത്തെ ഉയർത്തുക. വചനം നിന്നെ ഉയർത്തും. അഭിഷിക്തനെ, തങ്ങളുടെ കൂട്ടായ്മയിൽ മറ്റെന്തിനേക്കാളും ഉപരിയായി വചനമായ ക്രിസ്തുവിനെ ഉയർത്തുക. വചനമായ ക്രിസ്തു നിന്നെ ഉയർത്തും. നിന്റെ കൂട്ടായ്മയെ ഉയർത്തി മാനിക്കും. സ്തോത്രം. ഇന്ന് ചുരുക്കം ചിലരുമായി ദൈവത്തെ ആരാധിക്കുകയാണോ? ഭാരപ്പെടേണ്ട. വചനം
വചനത്തെ ഉയർത്തും, വചനത്തെ ഉയർത്തും. വചനമായവൻ നിന്നെ ഉയർത്തും, നിന്റെ പ്രവർത്തനങ്ങളെ ഉയർത്തും. തിരുവചനം പറഞ്ഞു, നീ അതിനെ ആലിംഗനം ചെയ്താൽ, നീ വചനത്തെ ആലിംഗനം ചെയ്താൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. കുഞ്ഞെ, ജീവന്റെ വചനത്തെ നീ വാരിപ്പുണർന്നാൽ ഒരു ശക്തിക്കും നിന്റെ പ്രാണനെ തൊടാൻ കഴിയത്തില്ല, അവിചാരത്തിൽ നിന്റെ ജീവനെ തൊടാൻ കഴിയത്തില്ല. നീ വചനത്തെ ആലിംഗനം ചെയ്താൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. വചനത്തെ വാരിപ്പുണരുവാൻ, വചനമായ ക്രിസ്തുവിനെ ആലിംഗനം ചെയ്യുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ വചനമായ ദൈവപുത്രൻ ദീർഘായുസ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തും, ദീർഘായുസ് കൊണ്ട് നിന്നെ ആലിംഗനം ചെയ്യും. സ്തോത്രം. ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, സദൃശവാക്യങ്ങൾ 13:13 വചനത്തെ നിന്ദിക്കുന്നവൻ അതിനുത്തരവാദി. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, വചനത്തെ നിന്ദിക്കുന്നവൻ അതിനുത്തരവാദി. എന്തിനുത്തരവാദി? അവൻ നരകത്തിൽ പോകുന്നതിന് അവൻ മാത്രമാണ് ഉത്തരവാദി. ദൈവകോപം അവന്റെ തലയിൽ തീക്കനൽ പോലെ കുന്നിക്കുന്നതിന് അവൻ തന്നെയാണ് ഉത്തരവാദി. കഴിഞ്ഞ കാലങ്ങളിൽ സത്യവചനത്തെ നിന്ദിച്ചോ കുഞ്ഞെ? വചനം പറഞ്ഞ ദൈവദാസന്മാരെ നിന്ദിച്ചോ? സത്യാരാധനയെ നിന്ദിച്ചോ? ഇന്നു നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതികൂലത്തിനും ഉത്തരവാദി നീ തന്നെയാണ്. വചനത്തെ നിന്ദിക്കുന്നവൻ അതിനുത്തരവാദി. എന്താ പരിഹാരം? പരിഹാരമുണ്ട്. ഒരിക്കൽ നിന്ദിച്ച വചനത്തെ, വചനമായ ക്രിസ്തുവിനെ ആലിംഗനം ചെയ്യുക. അവിടുത്തെ സന്നിധിയിൽ നെടുമ്പാട് വീഴുക. തുളയ്ക്കപ്പെട്ട കരം നീട്ടി വചനമായ ദൈവപുത്രൻ നിന്നെയും ആലിംഗനം ചെയ്യും. അവിടെ തീരും നിന്റെ പ്രശ്നങ്ങൾ. ദൈവത്തിന്റെ മഹത്വം. ഈ ദൈവശബ്ദം ഇന്ന് പുലരിയിൽ മുഴങ്ങുന്ന ഈ വചനത്തിന്റെ ശബ്ദം ചിലരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തുടങ്ങുന്നത് ഞാൻ ആത്മാവിൽ അറിയുന്നു. വചനത്തിന്റെ ശക്തി ചിലരുടെ അധപ്പതനത്തെ അനുഗ്രഹത്തിന്റെ വഴിയാക്കി മാറ്റും. യേശുവിന്റെ നാമത്തിൽ മഹാദൈവം പറയുന്നു, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം കാര്യം സാധിക്കാതെ മടങ്ങി വരത്തില്ല. ദൈവം ഉദ്ദേശിച്ച കാര്യം, വചനമായ ക്രിസ്തു ഉദ്ദേശിച്ച കാര്യം സാധിക്കാതെ തിരിച്ചു വരത്തില്ല. സ്തോത്രം. വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്ന വീരന്മാർ. അങ്ങനെയാണ് നാം പ്രാരംഭത്തിൽ വായിച്ചത്. വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്ന വീരന്മാർ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ കേട്ട വചനത്തിന് പിന്നിലും നീയും ഞാനും അനുസരിക്കാനുള്ള ആജ്ഞയുണ്ട്. വചനത്തിൽ മുഴങ്ങുന്ന അനുഗ്രഹം ഏറ്റുവാങ്ങാൻ ഇഷ്ടമാണല്ലോ. പക്ഷെ വചനത്തിന്റെ ആജ്ഞ അനുസരിക്കാൻ എത്ര പേർക്ക് കഴിയും? ആരൊക്കെ അതിന് തയ്യാറാകും? സങ്കീർത്തനക്കാരൻ പറയുന്നു, വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്നവർ വീരന്മാരാണ്. പക്ഷേ നീ ബലഹീനയായിരിക്കാം, തീരെ എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തിയില്ലാത്തവനായിരിക്കാം, എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ നിന്ദയും അപമാനവും ഏറ്റുവാങ്ങുന്നവനായിരിക്കാം. പക്ഷേ വേദപുസ്തകം പറയുന്നു, നീ വചനത്തിന്റെ ശബ്ദം കേട്ട് അനുസരിക്കാൻ തയ്യാറായാൽ സ്ഥിതി മാറും, നിലവാരം മാറും. സ്തോത്രം. ബലഹീനൻ ബലവാനായി മാറും, കഴിവില്ലാത്തവൻ പ്രാർത്ഥനായി മാറും, നിന്ദിക്കപ്പെട്ടവൻ അഭിമാന വിഷയമായി മാറും, പരാജിതൻ വിജയശ്രീ ലാളിതനായി മാറും, കൃഷഗാത്രൻ വീരനായി മാറും. വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുമോ നീ വീരനാ. ക്രിസ്തുവിന്റെ സൈന്യത്തിൽ ഒരു വീരനായി അടരാടുവാൻ എത്ര പേർ ആഗ്രഹിക്കും? യേശുവേ, എനിക്ക് നിന്റെ വീരനായി മാറണം. ആഗ്രഹമുണ്ടോ? കേട്ട വചനത്തിന് മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കുക. വചനം അനുസരിക്കാൻ തയ്യാറാകും. ഇന്ന് പുലരിയിൽ പരിശുദ്ധാത്മ വചനത്തിൽ തങ്ങൾ അനുസരിക്കാൻ വേണ്ടി എന്തെങ്കിലും ആജ്ഞ ഉണ്ടായിരുന്നെങ്കിൽ അതനുസരിക്കാൻ തയ്യാറാവുക. നീ കർത്താവിന്റെ സൈന്യത്തിലെ വീരയോദ്ധാവായി മാറും. മുച്ചൂടും മുടിച്ചു കളയുമെന്ന് വെല്ലുവിളിക്കുന്ന അന്ധകാര ശക്തി പറയും, നിന്നോട് അടുക്കാൻ പറ്റത്തില്ല. കാരണം വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്ന വീരനാ. മുച്ചൂടും മുടിച്ചു കളയുന്ന വെല്ലുവിളിക്കുന്ന അന്ധകാര ശക്തി പറയും, അടുക്കാൻ കഴിയത്തില്ല. കാരണം വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്ന വീരനാ. വചനത്തിന്റെ ആജ്ഞ അനുസരിക്കുമോ ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. ഒരിക്കൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്ത് 3 പേർക്കിരിക്കാവുന്ന സീറ്റാണ്. എന്റെ തൊട്ടരികിൽ 2 പേർ വന്നിരുന്നു. ഒരാൾ മന്ത്രവാദിയാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അവരൻ അദ്ദേഹത്തിന്റെ ഭക്തനാണെന്നും ബോധ്യപ്പെട്ടു. മന്ത്രവാദി ഒപ്പമിരിക്കുന്ന ഭക്തനോട് പറയുക, ബ്രഹ്മമുഹൂർത്തത്തിൽ 4 യാമത്തിൽ 2 തോടുകൾ ഒന്നിച്ചു കൂടുന്ന സ്ഥലത്ത് നെഞ്ചറ്റം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ദക്ഷിണ ഭാഗത്തേക്ക് നോക്കി 4-ാം വേദക്കാരനൊന്ന് കെട്ടിയാൽ ആ കെട്ടഴിക്കാൻ ഒരിക്കലും കഴിയത്തില്ല. ഹല്ലേലൂയ. ഇത് കേട്ട് അടുത്തിരുന്ന ഭക്തന്റെ അകം വിറയ്ക്കുന്നത് മുഖത്ത് വ്യക്തമാ. കുറെ കഴിഞ്ഞ് മന്ത്രവാദി കോഴഞ്ചേരിയിൽ ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രമായി. ഞാൻ അദ്ദേഹത്തോട് പേര് ചോദിച്ചു. വിനയൻ, അങ്ങനെയാ പേര് പറഞ്ഞു, വിനയൻ. ഹല്ലേലൂയ. ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് വിടുവിക്കുന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞു, യാശുവിനെ പരിചയപ്പെടുത്തി. ഇന്ന് വിനയൻ യേശുവിന്റെ സാക്ഷിയായി നിൽക്കുന്നു. കുഞ്ഞെ, മന്ത്രവാദി പറയുന്നത് പോലെയല്ല നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. 4-ാം വേദക്കാരൻ വെള്ളത്തിൽ വെച്ച് 4-ാം യാമത്തിൽ കെട്ടിയാലും വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്ന വീരനാണോ നിന്റെ ഉള്ളിൽ? അവൻ യേശു കർത്താവ് ഉണ്ടെങ്കിൽ, 4-ാം യാമത്തിൽ വെള്ളത്തിന്മീതെ നടന്ന ദൈവപുത്രൻ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ദുഷ്ടന്റെ കെട്ടുകൾ തീ കൊണ്ട ചണനൂൽ പോലെ വെന്തുപോകും.
യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. വചനം വ്യക്തികളുടെ ബന്ധനങ്ങളെ അറുത്തു കളയുന്നതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ദുഷ്ടൻ വിരിച്ച വലയിൽ കുടുങ്ങിക്കിടന്ന് ഞരങ്ങിക്കരയുന്ന ജീവിതമേ താങ്കളാരുമായിക്കൊള്ളട്ടെ. വചനമായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ, യേശുവിനെ അനുസരിക്കാൻ തീരുമാനമെടുത്താൽ, പിന്നെ നീ കെട്ടപ്പെട്ടവനായി തുടരാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വചനമായ ക്രിസ്തു നിന്നെ സ്വതന്ത്രനാക്കും. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ, ആമേൻ. കുഞ്ഞെ, ദൈവം തങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിക്ക്. സ്വർഗീയ സമാധാനം നൽകി അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് കേട്ട വചനത്തിന്റെ ശബ്ദം അനുസരിച്ച് വീരന്മാരായി ജീവിതം നയിക്കാൻ, വിശുദ്ധ നയിപ്പാൻ കരുണയുള്ള കർത്താവ് എന്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് പതിപോലെ അടിമാലിയിൽ നിന്നും. സഹോദരങ്ങളെ, നിങ്ങളെ അലട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് മറുപടി നൽകി നിങ്ങളെ മാനിക്കും. നമ്പർ ഇതാണ് 9072141834. നമ്മുടെ